ചിത്രത്തിൻ്റെ തുടക്കത്തിൽ തൻ്റെ വിമാനത്തിൽ നിന്നും കൊക്കൈൻ ബാഗുകൾ താഴെയുള്ള വനത്തിലേക്ക് വലിച്ചെറിയുന്ന ആൻഡ്രൂ എന്ന യുവാവിനെയാണ് കാണിക്കുന്നത്. ആ ബാഗുകൾ താഴെയുള്ള അമേരിക്കൻ ദേശീയ വനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായാണ് പതിച്ചിരുന്നത്. പിന്നീട് ആൻഡ്രൂവും പാരച്യൂട്ട് ഉപയോഗിച്ച് വനത്തിലേക്ക് ചാടാനായി പോവുകയാണ്. നിർഭാഗ്യവശാൽ ഈ ഒരു സമയത്ത് ആൻഡ്രൂവിൻ്റെ തല വിമാനത്തിൽ ഇടിക്കുകയും അയാൾ ബോധരഹിതനായി താഴേക്ക് വീണ് മരിക്കുകയുമാണ്. ശേഷം കാണിക്കുന്നത് ആ ഒരു വനത്തിൽ ട്രക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന എൽസയെയും അവളുടെ കാമുകനായ ഒലാഫിനെയുമാണ്. അവർ പോയിരുന്ന വഴിയിൽ ഒരു കരടിയുടെ കാൽപ്പാടുണ്ടായിരുന്നെങ്കിലും അവരത് ശ്രദ്ധിച്ചിരുന്നില്ല. അവർ പോയിരുന്ന വഴികളിൽ ആൻഡ്രൂ വിമാനത്തിൽ നിന്നും വലിച്ചെറിഞ്ഞിരുന്ന കൊക്കൈൻ ബാഗുകൾ തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്താണ് അവരിരുവരും കൊക്കൈൻ ഭക്ഷിച്ച് സുബോധം നഷ്ടപ്പെട്ട ഒരു കരടിയെ കാണാനിടയാവുന്നത്. ആശ്ചര്യത്തോടെ അവരിരുവരും ആ കരടിയുടെ ചിത്രങ്ങളെടുക്കാൻ ആരംഭിച്ചു. പൊടുന്നനെ ആ ഒരു കരടി ഇരുവർക്കും മുൻപിലേക്ക് ചാടി വീഴുകയാണ്. ആ കരടി കൂട്ടത്തിലുണ്ടായിരുന്ന എൽസയെ അതിമൃഗീയമായി കടിച്ചു കൊലപ്പെടുത്തി. നിസ്സഹായനായി ഈ രംഗങ്ങൾ നോക്കി നിൽക്കാനേ ഒലാഫിന് സാധിച്ചിരുന്നുള്ളൂ. ഛിന്നഭിന്നമാക്കിയ എൽസയുടെ ശരീരഭാഗങ്ങൾ ആ കരടി ഒലാഫിൻ്റെ മുൻപിലേക്ക് എറിഞ്ഞു. പ്രാണഭയത്താൽ ഒലാഫ് കരടിയുടെ മുൻപിൽ നിന്നും ഓടിമാറി. പിന്നീട് കാടിൻ്റെ സമീപത്തുള്ള റോട്ടിൽ നിന്നും വിമാനത്തിൽ നിന്നും വീണു മരിച്ച ആൻഡ്രൂവിൻ്റെ ശരീരം പോലീസ് കണ്ടെത്തി. ആൻഡ്രൂവിൻ്റെ മൃതശരീരത്തിനു സമീപമായി ഒരു കൊക്കൈൻ ബാഗ് ഉണ്ടായിരുന്നു. അത് കണ്ടതോടെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബോബിനെ ഇതിൽ കൂടുതൽ കൊക്കൈൻ ബാഗുകൾ അവിടെ ഉണ്ടാകാമെന്ന് സംശയം തോന്നിയിരുന്നു. കാരണം ആൻഡ്രൂ മയക്കുമരുന്ന് മാഫിയയിലെ അംഗവും പിടികിട്ട പുള്ളിയുമായ സിഡ്നിയുടെ ആളായിരുന്നു. സിഡ്നി നഷ്ടപ്പെട്ടു പോയ തൻ്റെ കൊക്കൈൻ ബാഗുകൾ തിരിച്ചു പിടിക്കാനായി കൂട്ടാളിയായ ദാവീദിനോട് ഉത്തരവിട്ടു. ഒരു ദൗത്യം ചെയ്യാനുള്ള കൂട്ടിനായി ദാവീദ് സിഡ്നിയുടെ മകനായ എഡ്ഡിയെ ചെന്ന് കാണുകയാണ്. എഡ്ഡി തന്നെയും മകനെയും തനിച്ചാക്കി ഭാര്യ മരിച്ചുപോയ വിഷമത്തിലിരിക്കുകയായിരുന്നു. എഡ്ഡിക്ക് തൻ്റെ പിതാവ് ചെയ്തു പോന്നിരുന്ന മയക്കുമരുന്ന് കച്ചവടത്തിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിതാവിന് താല്പര്യമുണ്ടായിരുന്നില്ലെങ്കിലും കൂട്ടുകാരനായ ദാവീദ് വിളിച്ചതോടെ അവൻ ഒപ്പം ചെല്ലാമെന്നേറ്റു. ഇരുവരുടെയും സംഭാഷണങ്ങൾ അവർ സംസാരിച്ചിരുന്ന ബാറിലുള്ള ഒരാൾ കേൾക്കുകയും അയാൾ ഇക്കാര്യം ബോബിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. കാട്ടിൽ കൊക്കൈൻ ബാഗുകളുണ്ട് എന്നുള്ള രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബോബ് ഒറ്റയ്ക്ക് കാട്ടിലേക്ക് പോകാനൊരുങ്ങി. തൻ്റെ വിശ്വസ്തയായ സഹപ്രവർത്തകയെ മാത്രമാണ് ബോബ് ഇക്കാര്യം അറിയിച്ചിരുന്നത്. താൻ പൊന്നുപോലെ നോക്കിയിരുന്ന തൻ്റെ നായിയെ കേദറൻ എന്ന ആ ഒരു പോലീസുകാരിയെ ഏൽപ്പിച്ചാണ് ബോബ് ദൗത്യത്തിനായി പോയിരുന്നത്. ശേഷം കാണിക്കുന്നത് സാരി എന്ന നേഴ്സിൻ്റെ മകളായ ഡിഡിയെയാണ്. അവൾ തൻ്റെ സുഹൃത്തായ ഹെൻറിക്കൊപ്പം കാടിന് നടുവിലായുള്ള വെള്ളച്ചാട്ടം വരയ്ക്കാനായി അതിനരികിലേക്ക് പോവുകയാണ്. കുട്ടികൾ കാട്ടിലേക്ക് പോയതിനു ശേഷമാണ് സാരി ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്നത്. ഡിഡിയെ കാണാതെ സാരി പരിഭ്രാന്തിയിലായി. ഡിഡിയുടെ ബാഗ് പരിശോധിച്ചതോടെ അവൾ മാർക്ക് ചെയ്തിരുന്ന ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ മാപ്പ് അവൾ കാണാനിടയായി. അങ്ങനെ മകൾ പോയിട്ടുള്ള സ്ഥലം മനസ്സിലാക്കി സാരി അവിടേക്ക് പാഞ്ഞു. കാട്ടിലേക്ക് പോയിരുന്ന ഡിഡിയും ഹെൻറിയും ഔചാരിതമായി അവിടെ വീണു കിടന്നിരുന്ന കൊക്കൈൻ പാക്കറ്റ് കാണാനിടയായി. ഇരുവരും ചേർന്ന് അത് പൊട്ടിക്കുകയും രുചിച്ച് നോക്കുകയും ചെയ്തു. കൊക്കൈൻ്റെ മണം കേട്ട് അതടിച്ച് ഫിറ്റായി പോയിരുന്ന ആ ഒരു കരടി അവർക്ക് മുൻപിലേക്കുമെത്തി. ഇതേസമയം എഡ്ഡിയും ദാവീദും കൊക്കൈൻ അന്വേഷിച്ച് ആ ഒരു കാട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു. ഇതേസമയം സാരി മകളെ അന്വേഷിച്ച് കാടിനോട് ചേർന്നുള്ള റേഞ്ചർ ഓഫീസിലേക്ക് എത്തിയിരുന്നു. അവൾ അവിടുത്തെ റേഞ്ചറായ ലിസിനോട് കാര്യങ്ങൾ വിശദീകരിച്ചു. അങ്ങനെ ലിസിൻ്റെ സഹായിയായ പീറ്ററും സാരിക്കൊപ്പം ഡിഡിയെ അന്വേഷിച്ച് കാട്ടിലേക്കിറങ്ങി. ഇതേസമയം ദാവീദ് യൂറിൻ പാസ് ചെയ്യാനായി കാടിനോട് ചേർന്നുണ്ടായിരുന്ന ഒരു വാഷ്റൂമിലേക്ക് പ്രവേശിച്ചിരുന്നു. ഈ ഒരു സമയത്ത് അവിടുത്തെ സ്ഥിരം കുറ്റവാളികളായ സ്റ്റാഷയും അവൻ്റെ 2 കൂട്ടുകാരും ചേർന്ന് ദാവീദിനെ ആക്രമിക്കുകയാണ്. പുറത്ത് കുത്തേറ്റെങ്കിലും ദാവീദ് മൂവരെയും അടിച്ച് നിലം പരിശാക്കി. ഈ ഒരു സമയത്താണ് എഡ്ഡി അവിടേക്ക് പ്രവേശിക്കുന്നതും സ്റ്റാഷയുടെ കയ്യിലുണ്ടായിരുന്ന കൊക്കൈൻ പൊതി കാണുന്നതും. അതോടെ അവരിരുവരും ചേർന്ന് സ്റ്റാഷയെ
ചോദ്യം ചെയ്യുകയാണ്. കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതോടെ താനൊരു കൊക്കെയിൻ ബാഗ് കണ്ടിട്ടുണ്ടെന്നും അതിരിക്കുന്ന സ്ഥലം കാണിച്ചു തരാമെന്നും സ്റ്റാഷെ അവരോട് പറഞ്ഞു. അങ്ങനെ അവരിരുവരും സ്റ്റാഷയെയും കൂട്ടി കൊക്കെയിൻ ബാഗ് കണ്ടെത്താനായി കാട് കയറുകയാണ്. ഇതേസമയം കൊക്കെയിൻ ബാഗിൻ്റെ അന്വേഷണത്തിനായി പോലീസുകാരനായ ബോബും അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതേസമയമാവട്ടെ സാരിയും കൂട്ടരും ഡിക്ക് കൊക്കെയിൻ ബാഗ് കിട്ടിയിരുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തിയിരുന്നു. ഈ ഒരു സമയത്ത് സാരി മരത്തിൻ്റെ മുകളിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന നിലയിൽ ഹെൻറിയെ കാണുകയാണ്. ഡിയെ പിടികൂടി കരടി കാട്ടിലേക്ക് ഓടിയെന്ന് ഹെൻറി അവരെ അറിയിച്ചു. ഉടനെ ആ ഒരു കരടി ലിസിനെയും പീറ്ററിനെയും ആക്രമിക്കാനായി ശ്രമിക്കുകയാണ്. കരടിയുടെ ആക്രമണത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട ലിസ് സഹായത്തിനായി റേഞ്ചർ ഓഫീസിലേക്ക് ഓടി. ഭയന്നുപോയ പീറ്റർ ഭീതിയോടെ തൊട്ടടുത്തായുണ്ടായിരുന്ന മരത്തിലേക്ക് കയറുകയാണ്. സാരിയാവട്ടെ അവിടെയുണ്ടായിരുന്നൊരു മരത്തിൻ്റെ സൈഡിലായി മറഞ്ഞു നിന്നു. ഉടനെ കരടി അവിടേക്കെത്തുകയും ഹെൻറിയെ ലക്ഷ്യമാക്കി ആ ഒരു മരത്തിലേക്ക് കയറുകയുമാണ്. ഉടനെ കരടി കൊക്കെയിനിൻ്റെ ഗന്ധം ശ്വസിച്ച് കൊക്കെയിനിൽ വീണിരുന്ന പീറ്ററിൻ്റെ നേരെ തിരിഞ്ഞു. ശേഷം കരടി പീറ്ററിൻ്റെ പക്കലേക്ക് ചെന്ന് അയാളെ അതിക്രൂരമായി കൊലപ്പെടുത്തുകയാണ്. ദാരുണമായ ഈ ഒരു കാഴ്ച കണ്ട് എത്രയും വേഗം താഴേക്കിറങ്ങി വരാനായി സാരി ഹെൻറിയോട് പറഞ്ഞു. അങ്ങനെ ഹെൻറി താഴേക്കിറങ്ങുകയും അവരിരുവരും അവിടെ നിന്നും ഓടി മാറുകയുമാണ്. ഉടനെ ചിന്നിച്ചിതറിയ നിലയിൽ പീറ്ററിൻ്റെ ശരീരം താഴേക്ക് വീണു. കൊക്കെയിനടിച്ച് സ്വബോധം നഷ്ടപ്പെട്ടിരുന്ന ആ ഒരു കരടിയും അപ്പം താഴേക്ക് ചാടിയിരുന്നു. കരടി ഡിയെ കൊണ്ടുപോയിരിക്കുന്നത് എവിടേക്കാണെന്ന് ഈ ഒരു സമയത്ത് ഹെൻറി സാരിക്ക് കാണിച്ചു കൊടുത്തിരുന്നു. അതേസമയം സാരമായ പരുക്കുകളോടെ ലിസ് റേഞ്ചർ ഓഫീസിലേക്ക് തിരികെ എത്തിയിരുന്നു. ഈ സമയത്ത് അവിടേക്ക് സ്റ്റാഷയെ തേടി അവൻ്റെ 2 കൂട്ടുകാരും എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്താണ് വാതിൽക്കലിൽ എന്തോ മുട്ടുന്നത് ലിസ് ശ്രദ്ധിക്കുന്നത്. വാതിൽ തുറക്കാനായി ലിസ് സ്റ്റാഷയുടെ കൂട്ടുകാരനോട് പറഞ്ഞു. കരടിയെ വെടിവെച്ച് കൊല്ലാമെന്നാണ് ലിസ് കരുതിയിരുന്നതെങ്കിലും ഉന്നം തെറ്റി ആ വെടിയുണ്ട സ്റ്റാഷയുടെ കൂട്ടുകാരൻ്റെ തലയിൽ പതിച്ചു. തൽക്ഷണം തന്നെ ആ യുവാവ് മരണമടഞ്ഞു. ഉടൻ തന്നെ സ്റ്റാഷയുടെ അവശേഷിച്ച കൂട്ടുകാരൻ റേഞ്ചർ ഓഫീസിൻ്റെ ഡോറടച്ചു. എന്നിരുന്നാലും ജനാല വഴി ആ യുവാവിനെയും ഉന്മാദാവസ്ഥയിലായിരുന്ന കരടി കൊലപ്പെടുത്തി. ഈ നേരത്ത് ബോബ് ആ ഒരു ഫോറസ്റ്റിൻ്റെ സമീപത്തേക്ക് എത്തിയിരുന്നു. ഡിക്കായുള്ള അന്വേഷണത്തിൽ അവിടെ ഉണ്ടായിരുന്നൊരു പാറയിൽ പെയിൻ്റ് ഒഴിച്ചിരിക്കുന്നതായി സാരിയും ഹെൻറിയും കാണുകയാണ്. അതോടെ അത് തങ്ങൾക്ക് ഡിയെ കണ്ടെത്താനായി അവൾ ചെയ്തതാകുമെന്ന് സാരിക്ക് മനസ്സിലായി. അങ്ങനെ ചിത്രം വരയ്ക്കാനുള്ള പെയിൻ്റ് ഉപയോഗിച്ച് ഡി മാർക്ക് ചെയ്തിട്ടുള്ള പാത നോക്കി അവരിരുവരും മുന്നോട്ടേക്ക് നീങ്ങി. ഈ ഒരു സമയത്താണ് ലിസ് വിളിച്ചതനുസരിച്ച് ഒരു ആംബുലൻസ് റേഞ്ചർ ഓഫീസിലേക്ക് എത്തുന്നത്. അങ്ങനെ അതിലെ ജീവനക്കാരായ വെത്തും ടോമും ആ ഒരു റേഞ്ചർ ഓഫീസിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ വെടിയേറ്റ് മരിച്ചു കിടന്നിരുന്ന യുവാവിൻ്റെ മൃതശരീരം കണ്ട് ഇരുവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. മാരകമായി പരിക്കേറ്റ് കിടന്നിരുന്ന ലിസ അവിടെ കരടിയുണ്ടെന്ന് ഇരുവരെയും അറിയിച്ചു. അവിടെയുള്ള റൂമിൻ്റെ ഡോർ തുറന്ന് പരിശോധിച്ച ടോം കരടി ക്രൂരമായി കൊലപ്പെടുത്തിയിരുന്ന സ്റ്റാഷയുടെ 2ാമത്തെ കൂട്ടുകാരൻ്റെ വികൃതമായ മൃതശരീരം കാണാനിടയായി. ഉടനെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു കരടി ടോമിന് നേരെ ചാടി വീഴുകയാണ്. ഈ ഒരു കാഴ്ച കണ്ട് ഭയന്നു വിറച്ച ബെത്ത് ലിസിനെയും കൂട്ടി ആംബുലൻസിലേക്ക് ഓടി. വാതിലിനടിയിൽ കുടുങ്ങിപ്പോയ ടോമിനെ കരടി കൊല്ലാനായി ശ്രമിക്കുന്ന സമയത്ത് ബെത്ത് ലിസിനെ ആംബുലൻസിലെ സ്ട്രെച്ചറിൽ ബന്ധിച്ചു. ഈ ഒരു സമയത്ത് ടോം സ്റ്റാഷയുടെ കൂട്ടുകാർ കൊണ്ടുവന്നിരുന്ന കൊക്കെയിൻ ബാഗ് എടുത്ത് കരടിയെ അടിക്കുകയാണ്. അതോടെ ആർത്തിയോടെ കരടി ആ കൊക്കെയിൻ ബാഗിൻ്റെ പുറകെ ഓടി. ഈ തക്കത്തിന് ടോം രക്ഷപ്പെട്ട് ആംബുലൻസിലേക്ക് ഓടിക്കയറുകയാണ്. ഈ ഒരു കാഴ്ച കണ്ട് ആ കരടിയും അവരെ പിന്തുടരാൻ ആരംഭിച്ചു. അതോടെ ലിസ് ആ കരടിയെ വെടിവെച്ച് കൊല്ലാനായി ശ്രമിക്കുകയാണ്. നിർഭാഗ്യവശാൽ വെടിയുണ്ടകളൊന്നും ആ കരടിയുടെ ദേഹത്ത് കൊണ്ടിരുന്നില്ല. ദേഷ്യത്തോടെ കരടി ആ ഒരു ആംബുലൻസിനുള്ളിലേക്ക് ചാടിക്കയറി. അതോടുകൂടി സ്ട്രക്ചറിൽ കിടന്നിരുന്ന ലിസ് ആംബുലൻസിൽ നിന്നും താഴേക്ക് വീഴുകയാണ്. അങ്ങനെ മാരകമായി പരിക്കേറ്റ് ലിസ് മരണത്തിനു കീഴടങ്ങി. ഇവിടെയിടയിൽ തന്നെ കരടി
ടോമിനെ ക്രൂരമായി ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തു. ഈ ഒരു ഭീകരമായ ദൃശ്യങ്ങൾ കണ്ട് ബെത്ത് പേടിച്ചരണ്ടു. അതോടെ വാഹനത്തിൻ്റെ നിയന്ത്രണം നഷ്ടമാവുകയും ആംബുലൻസ് ഒരു മരത്തിൽ ഇടിക്കുകയുമാണ്. ഇടിയുടെ ആഘാതത്തിൽ ബെത്ത് പുറത്തേക്ക് തെറിച്ചു വീഴുകയും ദാരുണമായി മരണപ്പെടുകയും ചെയ്തു. അതോടെ കരടി അവരെ വിട്ട് കാട്ടിലേക്ക് തന്നെ മടങ്ങി. കാട്ടിൽ കൊക്കൈൻ ബാഗിനായുള്ള അന്വേഷണത്തിനിടെ ബോബ് ഔചാരിതമായി അതിലെ ഒരു ബാഗ് കാണാനിടയായി. ഇതേസമയം കൊക്കൈൻ ബാഗുകൾ ശേഖരിക്കാനായി കള്ളക്കടത്തുകാരനായ സിഡ്നിയും ആ ഒരു കാട്ടിലേക്ക് നേരിട്ടെത്തിയിരുന്നു. ഇതേ സമയത്തു തന്നെയാണ് സ്റ്റാഷെ ദാവീദിനെയും എഡ്ഡിയെയും കൂട്ടി ബോബിന് ബാഗ് കിട്ടിയിരുന്ന അതേ സ്ഥലത്തേക്ക് എത്തുന്നത്. ബാഗ് അവിടെ കാണാനില്ലെന്ന് സ്റ്റാഷെ ദാവീദിനോട് പറഞ്ഞു. അവൻ കള്ളം പറയുകയാണെന്ന് കരുതി ദാവീദ് സ്റ്റാഷയ്ക്കു നേരെ തോക്ക് ചൂണ്ടി. എഡ്ഡി അവനെ പിന്തിരിപ്പിക്കാനായി ശ്രമിച്ചു. ഈ സമയത്താണ് ബോബ് തോക്കുമായി മൂവരോടും കീഴടങ്ങാനായി ആവശ്യപ്പെടുന്നത്. തോക്ക് താഴെ വെച്ചെങ്കിലും പിന്നീട് ദാവീദ് അതെടുക്കാനായി ശ്രമിച്ചു. അതോടെ ബോബ് ദാവീദിൻ്റെ കയ്യിലേക്ക് നിറയൊഴിച്ചു. ഇതേസമയം ആ ഒരു കരടി ബോബിൻ്റെയും കൂട്ടരുടെയും പക്കലേക്ക് എത്തിയിരുന്നു. അബോധാവസ്ഥയിലായിരുന്ന ആ കരടി എഡ്ഡിയുടെ ദേഹത്തേക്ക് വീണു. ഇതേസമയം സാരിയും ഹെൻറിയും ഡി മാർക്ക് ചെയ്തിരുന്ന പാതകൾ പിന്തുടർന്ന് ഒരു പുഴയ്ക്ക് കുറുകെ നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്താണ് അവരവിടെ ചിത്രത്തിൻ്റെ തുടക്കത്തിൽ കൊല്ലപ്പെട്ടിരുന്ന എൽസയുടെ കാമുകനായ ഒലാഫിനെ കാണുന്നത്. ഡിഡിയെ കരടി ഗുഹയിലേക്ക് കൊണ്ടുപോയിരുന്നത് ഒലാഫ് കണ്ടിരുന്നു. അക്കാര്യം അവൻ സാരിയോട് വെളിപ്പെടുത്തി. എഡ്ഡിയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ സ്റ്റാഷയുടെ പക്കൽ നിന്നും കിട്ടിയിരുന്ന കൊക്കൈൻ പാക്കറ്റ് ദാവീദിൻ്റെ കയ്യിൽ നിന്നും താഴെ വീണു. അതിൻ്റെ മണം പിടിച്ചുണർന്ന കരടി ഉടൻ തന്നെ എഴുന്നേൽക്കുകയും അത് അപ്പാടെ വിഴുങ്ങുകയും ചെയ്തു. ബോധമില്ലാതെ കരടി വീണ്ടും എഡ്ഡിയുടെ ദേഹത്തേക്ക് ചാടി വീഴുകയാണ്. എഡ്ഡിയുടെ ജീവൻ രക്ഷിക്കാനായി ബോബ് തൻ്റെ പക്കലുണ്ടായിരുന്ന കൊക്കൈൻ പാക്കറ്റുകൾ പൊട്ടിച്ചു വിതറി. അതോടെ കരടി ബോബിൻ്റെ പക്കലേക്ക് ചൊല്ലുകയാണ്. ശേഷം ബോബ് ഒരു കൊക്കൈൻ പാക്കറ്റ് എടുത്ത് ദൂരേക്ക് എറിഞ്ഞു. അതോടെ കരടി അതിന് പുറകെ ഓടുകയാണ്. ഈ ഒരു തക്കത്തിന് സ്റ്റാഷെ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. അതേ നേരമാവട്ടെ ദാവീദ് തോക്കെടുത്ത് ബോബിന് നേരെ ചൂണ്ടുകയാണ്. ഉടൻ തന്നെ ബോബ് വെടിയേറ്റ് വീണു. എന്നാൽ അയാളെ വെടിവെച്ചിരുന്നത് ദാവീദായിരുന്നില്ല. അങ്ങോട്ടേക്ക് എത്തിയിരുന്ന സാക്ഷാൽ സിഡ്നിയായിരുന്നു. ഈ കാട്ടിൽ നിരവധി കൊക്കൈൻ ബാഗുകളുണ്ടെന്നും അതെല്ലാം നമുക്ക് ശേഖരിക്കണമെന്നും സിഡ്നി എഡ്ഡിയോടും ദാവീദിനോടും പറഞ്ഞു. സിഡ്നിക്ക് ബോബിൻ്റെ അന്വേഷണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോർത്തി കൊടുത്തിരുന്നത് ബോബിൻ്റെ വിശ്വസ്തയായ കേതരൻ എന്ന ഉദ്യോഗസ്ഥ തന്നെയായിരുന്നു. താമസിയാതെ തന്നെ അവിടെ കിടന്ന ബോബ് മരണത്തിനു കീഴടങ്ങി. ഇതേസമയം സാറിയും ഹെൻറിയും ഒലാഫിൻ്റെ സഹായത്തോടെ ആ ഒരു കരടിയുടെ ഗുഹ കണ്ടെത്തിയിരുന്നു. എന്നാൽ ഭയം മൂലം ഒലാഫ് അവർക്കൊപ്പം ഗുഹയിലേക്ക് പ്രവേശിച്ചിരുന്നില്ല. ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചവർ കൊക്കൈൻ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആ കരടിയുടെ 2 കുട്ടികളെ കാണാനിടയായി. പിന്നീടുള്ള പരിശോധനയിൽ അവർ കാലിന് പരിക്കേറ്റ നിലയിൽ അവിടെ ഡിഡിയെ കണ്ടെത്തുകയാണ്. ഈ ഒരു സമയത്ത് അവിടേക്കെത്തിയിരുന്ന കരടി ഒലാഫിനെ ക്രൂരമായി കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. മൂവരും മറ്റൊരു വഴിയിലൂടെ ആ ഗുഹയിൽ നിന്നും പുറത്തേക്ക് കടക്കാനായി ശ്രമിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ സിഡ്നിയും ദാവീദും എഡ്ഡിയും കേദറിനും ഗുഹാമുഖത്തേക്കെത്തി. ഈ സമയത്ത് അവർ അവിടെ മൃഗീയമായ നിലയിൽ കൊല്ലപ്പെട്ടിരുന്ന ഒലാഫിൻ്റെ മൃതശരീരം കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരുന്നു. എങ്കിലും സിഡ്നിയെ ഭയന്ന് 3 പേരും ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സമയത്ത് കേദറിൻ തനിക്ക് തിരിച്ചു പോകണമെന്ന് സിഡ്നിയോട് പറഞ്ഞെങ്കിലും സിഡ്നി ആദ്യം അതിന് സമ്മതിച്ചില്ല. പിന്നീട് ദാവീദിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി സിഡ്നി അവളെ പോകാൻ അനുവദിച്ചു. രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്ന സാരിയെയും കുട്ടികളെയും പിന്നീട് സിഡ്നിയും കൂട്ടരും കാണുകയാണ്. തന്നെയൊന്നും ചെയ്യരുതെന്നും ഞാൻ എൻ്റെ മകളെ രക്ഷിക്കാൻ വന്നതാണെന്നും സാരി സിഡ്നിയോട് പറഞ്ഞു. അവിടെയും പ്ലെയിനിൽ നിന്നും വീണിരുന്ന ഒരു കൊക്കൈൻ ബാഗ് തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടതോടെ അതെങ്ങനെയെങ്കിലും കൈക്കലാക്കാനായിരുന്നു സിഡ്നിയുടെ ശ്രമം. ഈ സമയത്ത് കരടി കുഞ്ഞുങ്ങൾ അവിടേക്ക് വരികയും സിഡ്നി അവറ്റകളെ അടിച്ചോടിക്കാനായി ശ്രമിക്കുകയുമാണ്. അതോടുകൂടി കരടി കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ട് കൊക്കൈൻ അഡിക്റ്റായ അമ്മക്കരടിയും അവിടേക്ക് എത്തുകയാണ്. ഇനി രക്ഷയില്ലെന്ന് മനസ്സിലാക്കി സാരി കുട്ടികളെയും കൂട്ടി താഴെയായി ഉണ്ടായിരുന്ന പുഴയിലേക്ക് ചാടി. ഞൊടിയിടയിൽ തന്നെ കരടി
സിഡ്നിക്ക് മുൻപിലേക്ക് ചാടി വീണു. സിഡ്നി കരടിക്കു നേരെ നിറയൊഴിച്ചെങ്കിലും അത് ദാവീദിൻ്റെ ദേഹത്താണ് കൊണ്ടിരുന്നത്. ഭീതിയോടെ രക്ഷപ്പെടാനായി ദാവീദും എട്ടിയും പുഴയിലേക്ക് എടുത്തു ചാടി. എന്നാൽ സിഡ്നിയുടെ കയ്യിൽ നിന്നും വെടിയേറ്റിരുന്ന കരടി താഴെയായി ഉണ്ടായിരുന്ന പാറക്കെട്ടിലേക്കാണ് വീണിരുന്നത്. സിഡ്നിയുടെ കൊക്കൈൻ ബാഗ് എടുക്കാനുള്ള ശ്രമത്തിനിടെ അതിൽ നിന്നും ഒരു പൊതി താഴേക്ക് വീണ് പൊട്ടിയിരുന്നു. കൊക്കൈൻ്റെ ഗന്ധം ശ്വസിച്ചതോടെ വെടിയേറ്റ ബോധാവസ്ഥയിലായിരുന്ന കരടി വീണ്ടും ഉണർന്നു. ഉടൻ തന്നെ കരടി മുകളിലേക്ക് കയറുകയും സിഡ്നിയെ കടിച്ചു കീറുകയുമാണ്. ഇത് കണ്ട് കരടി കുഞ്ഞുങ്ങൾ സിഡ്നിയുടെ കുടൽമാനകൾ കടിച്ചു വലിച്ച് അയാളെ ക്രൂരമായി കൊലപ്പെടുത്തി. ശേഷം കരടിയും കുഞ്ഞുങ്ങളും ചേർന്ന് ആ കൊക്കൈൻ പാക്കറ്റുകൾ ഭക്ഷിക്കാൻ ആരംഭിച്ചു. കഷ്ടിച്ച് ജീവൻ തിരിച്ചു കിട്ടിയ ദാവീദും എട്ടിയും നമുക്കിനി മയക്കുമരുന്ന് ബിസിനസ് നിർത്താമെന്ന തീരുമാനമെടുത്തു. പിന്നീട് സാരി കുട്ടികളെയും കൂട്ടി തൻ്റെ വീട്ടിലേക്ക് പോയി. ഈ സമയത്ത് കാതറിൻ കാറിൽ നിന്നും ബോബിൻ്റെ നായയെ പുറത്തേക്ക് ഇറക്കി വിടുകയാണ്. അത് കണ്ട് വിഷമം തോന്നി എഡ്ഡി അതിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ചു. ശേഷം എഡ്ഡി ദാവീദിനൊപ്പം തൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിൽ സാരിയും കുട്ടികളും കൊല്ലപ്പെട്ടിരുന്ന ലിസ് അടക്കമുള്ളവരുടെ മൃതശരീരങ്ങൾ കണ്ടിരുന്നു. കാര്യങ്ങളറിഞ്ഞ് പോലീസും അവിടേക്ക് പാഞ്ഞെത്തി. ഇതേസമയമാവട്ടെ കൊക്കൈൻ അടിച്ച് കരടിയും കുട്ടികളും ഇപ്പോഴും ഉന്മാദാവസ്ഥയിൽ തന്നെയായിരുന്നു. ഇക്കാര്യം അറിയാതെ അവിടേക്ക് എത്തിയിരുന്നൊരു സഞ്ചാരി കരടിയുടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതേസമയം സ്റ്റാഷെ തനിക്ക് കാട്ടിൽ നിന്നും കിട്ടിയിരുന്ന ഒരു കൊക്കൈൻ ബാഗുമായി സ്ഥലം വിടുകയായിരുന്നു. വീട്ടിലേക്ക് തിരിച്ചെത്തിയ എഡ്ഡി ബോബിൻ്റെ നായയെ തൻ്റെ മകനെ സമ്മാനിച്ചു. ആ നായയെ കണ്ട് എഡ്ഡിയുടെ മകനെ ഒരുപാട് സന്തോഷമായി. ഈ രംഗങ്ങൾ കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കുകയാണ്.